ആത്മാവിൻ്റെ പ്രചോദനം ലഭിച്ചാൽ ഒരു വ്യക്തി എന്നും സന്തോഷത്തിലായിരിക്കും. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ 5-ാം അധ്യായം 16, 17, 18 വാക്യങ്ങളിലെ പൗലോസ്ലീഹ പറയുന്നത് ഇതാണ്: എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. അടിയിന്ന് തുടങ്ങുന്നത് നല്ലത്. നമ്മൾ ജീവിതത്തിലെ എല്ലാത്തിനും നന്ദി പറയുകയാണ് എങ്കിൽ അതൊരു പ്രാർത്ഥനയായി. ആ നന്ദി പറയുന്ന എല്ലാവരുടെയും മുഖത്ത് സന്തോഷമുണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നന്ദി പറയുന്ന വ്യക്തികളുടെ എല്ലാവരുടെയും മുഖത്ത് സന്തോഷമുണ്ടായിരിക്കും. പക്ഷെ കൊച്ചു ചെറുപ്പത്തിലെ അമ്മ നമ്മളെ പഠിപ്പിച്ചു തുടങ്ങിയത് തരണേ തരണേ എന്ന് പറഞ്ഞിട്ടാണ്. മാമു തരണേ, പാപ്പ തരണേ, അത് തരണേ, ഇത് തരണേ. തന്നതിന് നന്ദി എന്നൊരു ചിന്തയോടുകൂടെ എല്ലാത്തിനും നന്ദി പറയാനായിട്ട് സാധിച്ചാൽ ജീവിതം സന്തോഷകരമായി തീരും. എയർപോർട്ടിലെത്തി, പാസ്പോർട്ട് കാണിച്ചു, ഇങ്ങോട്ട് നീങ്ങി നിൽക്കൂ. നിങ്ങൾ മിക്കവാറും പേര് അതിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ടാവില്ല. ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ യാത്ര ചെയ്യുന്നത് കൊണ്ട് നീങ്ങി നിൽക്കൂ, നിന്നു. നേരെ നോക്കൂ, നോക്കി. ശരി. 830 കോടി ജനങ്ങളിൽ എൻ്റെ ഈ കണ്ണിൽ എനിക്ക് വേണ്ടി മാത്രം കൊത്തിവെച്ച ഒരു ഡോട്ടുണ്ട്. ഡോട്ട് 830 കോടി ജനങ്ങള്, അതിൽ എൻ്റെ കണ്ണിൽ എനിക്ക് വേണ്ടി മാത്രം. ഇതാരാ അറിയണേന്നറിയോ? നമ്മളല്ല അറിയണേ, അവിടെ ഇരിക്കണവരറിയണേ അല്ലേ? പൊക്കോ പൊക്കോ പൊക്കോ. കാരണം എന്താ? ഈ പാസ്പോർട്ടിലെ വ്യക്തിയാണ് നീ എന്ന് ഈ കണ്ണിലൊരു കൊച്ചു ഡോട്ട് 830 കോടി ജനങ്ങൾക്കുള്ള യു ആർ യുണീക്ക്. യു ആർ യുണീക്ക്. നീ ദൈവത്തിൻ്റെ അത്ഭുതമാണ്. നമ്മൾ ഓരോരുത്തരും ഐ ആം യുണീക്ക്. യു ആർ യുണീക്ക്. എന്തുകൊണ്ടാണ് അസ്വസ്ഥത? അങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി. എൻ്റെ ഡോട്ട് അവളുടെ കണ്ണിലാണോ? എൻ്റെ ഡോട്ട് ഇവന്റെ കണ്ണിലാണോ? അല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യു ആർ യുണീക്ക്. നോ യുവർ യുണീക്ക്നെസ്. നീ നിന്റെ വ്യക്തിത്വം, വ്യതിരക്തത മനസ്സിലാക്കണം. താരതമ്യം ചെയ്ത് ജീവിതം പാഴാക്കി ലോകത്തിന് ശാപമായി ജീവിക്കാനുള്ളതല്ല ഒരു ദൈവ പൈതൽ. നമ്മൾ വെറും പച്ച മണ്ണല്ല. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചിരിക്കുന്നത്. നമ്മൾ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു. നമ്മൾ അങ്ങനെയാണ് താനും. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 1-ഉം 2-ഉം വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചിരിക്കുന്നത്. നമ്മൾ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു. അങ്ങനെയാണ് താനും. എന്തേ നമുക്ക് അസ്വസ്ഥത? എന്തേ ചിലപ്പോഴൊക്കെ പ്രയാസങ്ങള്? എന്തേ നിരാശ? ഈ ഒരു അവബോധത്തിലേക്കുള്ള വളർച്ച ഈ ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന
ഗ്രാൻഡ് അബൈഡ് 4-ലെ ഓരോ വ്യക്തിയും അനുഭവിച്ചറിഞ്ഞിട്ട് ഇതിൽ നിന്ന് പുറത്തു കടക്കാവൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യു ആർ യുണീക്ക്. ജെറമിയായുടെ പുസ്തകം 1-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ പറയുന്നത്, അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ ഞാൻ അറിഞ്ഞു, നിന്നെ ഞാൻ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി നിയമിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്താ മനസ്സിലായേ? നോ, യു ആർ ബുക്ക്ഡ് ബൈ ജീസസ്. യു ആർ ബുക്ക്ഡ് ബൈ ജീസസ്. നിന്നിൽ പ്രവർത്തിക്കുന്നത് ഈശോയാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 12-ാമത്തെ തിരുവചനത്തിൽ പറയുന്നത്, യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. യേശു ക്രിസ്തു എന്റെ കുരിശിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട് ഓരോരുത്തർ. ഈശോ ഇപ്പുറത്ത്, ഞാനും ഇപ്പുറത്ത്, നമുക്കുള്ള സ്ഥല. യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ എന്താണ് വേണ്ടത്? നോ യുവർ യുണീക്ക്നെസ്, ലിവ് യുവർ യുണീക്ക്നെസ്. നീ നിന്റെ വ്യക്തിത്വം, വ്യതിരക്തത മനസ്സിലാക്കുക, നീ അത് ജീവിക്കുക. എൻജോയ് യുവർ യുണീക്ക്നെസ്, ഷെയർ യുവർ യുണീക്ക്നെസ്. യുണീക്ക്നെസ് ആണ് നമ്മുടെ വിഷയം. എൻജോയ് വിത്ത് ജീസസ്. യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. സ്വന്തമാക്കി. എൻജോയ് വിത്ത് ജീസസ്. എൻജോയ് വിത്ത് ജീസസ്. എൻജോയ്. എൻജോയ് വിത്ത് ജീസസ്. നോ യുവർ യുണീക്ക്നെസ്. നിന്റെ വ്യക്തിത്വം അവിടെയും ഇവിടെയും പോയി അന്വേഷിച്ചിരിക്കാതെ നിന്റെ കണ്ണുകളിലേക്ക് നോക്കൂ, നിന്റെ തമ്പിലേക്ക് നോക്കൂ. പഴയ കാലത്ത് തമ്പ, നമ്മുടെ അമ്മച്ചിമാരെ, വയസ്സായ അമ്മാമ്മമാര്, അപ്പാപ്പന്മാര്, തമ്പ് ഇംപ്രഷൻ. അതിലുണ്ട് 830 കോടി ജനങ്ങളിൽ ഒരു ബിന്ദു എനിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്ത് മനോഹരമാണ് ഈ ജീവിതം! എന്ത് മനോഹരമാണ് ഈ ജീവിതം! എൻജോയ് ഇറ്റ്. ലിവ് യുവർ യുണീക്ക്നെസ്. നിന്നെ എന്തിനു വേണ്ടിയാണ് ഇവിടെ സൃഷ്ടിച്ചത് എന്ന് നിങ്ങള് ഇവിടെ എല്ലാവരും കസേരയിൽ ഇരിക്കുന്നുണ്ട്. കസേരയുടെ ലക്ഷ്യം എന്താണ്? കസേര തലയിൽ വെച്ച് നടക്കാനാ? കസേര ഇരിക്കാനാണ്. ഈ ക്യാമറ എന്നെ ഒപ്പിയെടുക്കുന്നുണ്ട്. ഇത് എനിക്ക് ലൈറ്റ് അടിച്ചു തരാൻ വേണ്ടിയുള്ളതല്ല, എന്നെ ഒപ്പിയെടുക്കുകയാണ് ഓരോ വാക്കും. ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനും ഒരു ലക്ഷ്യമുണ്ട്. ഒരു അനുദിന പ്രാർത്ഥനകൾ, എല്ലാത്തിനും ഒരു ലക്ഷ്യം. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് വല്ലവർക്കും അതിനു മുമ്പ് ജോസ്കോ ജ്വല്ലറിയിൽ പോയിട്ട്, ചേട്ടാ 2 കിലോ പഞ്ചാര തരുമോ? കല്യാൺ സിൽക്ക് ഹൗസിൽ പോയിട്ട്, ചേട്ടാ എന്തേ 1/2 കിലോ നെല്ലിക്ക തരുമോ? നെല്ലിക്ക. നമ്മുടെ തലയ്ക്കറിയാം അവിടെ എന്താണ് ലഭിക്കുന്നത് എന്ന്. എന്തുകൊണ്ട് നമുക്ക് നമ്മെ അറിഞ്ഞുകൂടാ? ഇനി വെറുതെ ഞാനൊന്ന് കാഷ്വലായിട്ട് ചോദിക്കുക, മാവ് നടുന്നത് മാങ്ങ കിട്ടാൻ, പ്ലാവ് നടുന്നത് ചക്ക കിട്ടാൻ.
തെങ്ങ് നടുന്നത് തേങ്ങ കിട്ടാൻ, എന്നെ എന്തിനു നട്ടിരിക്കുന്നു? എന്റെ ലക്ഷ്യം ഞാൻ കണ്ടെത്തിയിട്ടുണ്ടോ? പ്രൈസ് ദ ലോർഡ്. ഇനി ലക്ഷ്യം കണ്ടെത്തിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവന്തിച്ചേ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. ലക്ഷ്യം ഇങ്ങനെ തെളിഞ്ഞ് വരണുള്ളച്ച, തെളിഞ്ഞ് വരണുള്ളച്ച. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഡോട്ട് നിന്നെ കുറിച്ചുള്ള ലക്ഷ്യമുണ്ട്. കണ്ടെത്തണം. അരുണിമ സിൻഹ നാഷണൽ വോളിബോൾ പ്ലെയർ ആയിരുന്നു അരുണിമ സിൻഹ. ലക്നൌകാരിത്തി ഡൽഹിയിലേക്ക് യാത്ര പുറപ്പെട്ടപ്പോൾ ഒരു ഓർഡിനറി കമ്പാർട്ട്മെന്റിൽ കിട്ടി. അവളുടെ ബാഗ് വലിച്ചെടുത്തപ്പോൾ അവൾ തടഞ്ഞു. കൊള്ളക്കാര് അവളെ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ആ നിമിഷത്തില് വേറൊരു ട്രെയിൻ വന്ന് അവളുടെ കാല് ഛേദിച്ചുകൊണ്ട് കടന്നുപോയി. അരുണിമ സിൻഹ നാഷണൽ വോളിബോൾ പ്ലെയർ ലക്നൌവിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുമ്പോൾ അവളുടെ കാല് ചോരയിൽ കുളിച്ച്, അവളുടെ ബാഗ് അവർ തട്ടിയെടുത്തു. ചോരയിൽ കുളിച്ച് കിടക്കുകയാണ്. പല ട്രെയിനുകളും അതിലൂടെ കടന്നുപോയി. ചിന്തിക്കുമ്പോ തന്നെ പേടിക്കും. ആ രക്തത്തിൽ കുളിച്ച് അവൾ അവിടെ കിടന്നു. ട്രെയിനുകൾ പോയപ്പോ ആരോ ഒരുത്തൻ 1-2 പേര് കൂടി ആശുപത്രിയിലാക്കി. നാഷണൽ വോളിബോൾ പ്ലെയർ. ഇനി അവൾക്ക് കളിക്കാൻ പറ്റുമോ? അവൾ ആത്മഹത്യക്ക് വേണ്ടി ചിന്തിച്ചു. ആശുപത്രി കിടക്കയില് പിറ്റേ ദിവസം, ഇല്ല, ഞാൻ പരാജയപ്പെടുകയില്ല. അവള് നോക്കിയത് എവിടേക്കാണെന്നറിയോ? കാലൊരെണ്ണില്ല, ഇടത് കാലില്ല. അവള് നോക്കിയത് എവറസ്റ്റ് കൊടുമുടിയിലേക്കാണ്. 2011 ഏപ്രിൽ 11 രക്തത്തിൽ കുളിച്ചു കിടന്ന അരുണിമ സിൻഹ 2013 എവറസ്റ്റ് കൊടുമുടിയുടെ ഉത്തുംഗ ശൃംഖലയിലെത്തി. പ്രൈസ് ദി ലോർഡ്. നമ്മളാണെങ്കിലാ, ഞാനാണെങ്കിൽ നീ ജീവിച്ചിട്ടെന്താ കാര്യ? പിറ്റേ ദിവസം അവള് യുവരാജ് സിംഗിനോട്, അവൻ ക്യാൻസർ വന്ന അതിൽ നിന്ന് രക്ഷപ്പെട്ട് UV ക്യാൻ എന്ന ഒരു പ്രോഗ്രാം നടത്തുകയായിരുന്നു. അവൻ എഴുതി അവൾക്ക് വേണ്ട മൗണ്ടനറിങ്ങിന് വേണ്ടിയുള്ള കാല്, ആ പൊയ്ക്കാല്, പിന്നെ അതിനുള്ള പരിശീലനം. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അവള് ഡിഗ്രി എടുത്തു. അവള് കയറി. അവള് ആ എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിൽ നിന്നുകൊണ്ട് 2013 ദേശീയ പതാക വീശി. ഇതാണ് they can because they think they can. അവർക്ക് കഴിയും. കാരണം എന്താണ്? അവർ ചിന്തിക്കുന്നു അവർക്ക് കഴിയുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് കൈകളൊന്ന് ഉയർത്തി സ്തുതിക്കാം. നമുക്ക് ഹല്ലേലൂയ. കൈകൾ ഉയർത്തുക ഉറക്കെ. അരുണിമ സിൻഹയാണ് നമ്മുടെ മുന്നില്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ടെറി ഫോക്സ് 1958 കാനഡയിൽ ജനിച്ച ടെറി ഫോക്സ് അവിടുത്തെ ഒളിമ്പിക് ടീമിലെ, കാനഡയുടെ ഒളിമ്പിക് ബാസ്കറ്റ് ബോൾ ടീമിലെ അംഗമായിരുന്നു 76. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ കാൽമുട്ടിലൊരു വേദന കണ്ടുപിടിച്ചു. ക്യാൻസർ. ഒളിമ്പിക് സ്വർണ്ണ മെഡൽ സ്വപ്നം കണ്ടിരുന്ന ആ ചെറുപ്പക്കാരൻ ക്യാൻസറായിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ്. അവൻ്റെ അവിടെ കിടക്കുന്ന പലരും മരിച്ചു വീഴുമ്പോൾ അവൻ ഒരു തീരുമാനമെടുത്തു. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഞാനും മരിക്കാൻ പോവുകയാണ്, എനിക്കെന്ത് ചെയ്യാൻ പറ്റും? അവൻ അന്വേഷിച്ചപ്പോൾ ഈ ക്യാൻസറിന് വേണ്ടിയുള്ള ഒരു ഗവേഷണശാല, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പണിയാൻ
അതിന് എത്ര രൂപ വേണമോ? $10,00,000. അവനും പൊയ്ക്കാലി പിടിപ്പിച്ച് അവൻ വിചാരിച്ചു, ഒരു കന്നഡക്കാരൻ $1 തന്നാൽ ഈ പരിപാടി നടക്കും. പ്രൈസ് ദി ലോർഡ്. അവൻ ഈ പൊയ്ക്കാല് അറ്റ്ലാന്റിക്കിലെ ആ കടലില് ഒന്ന് നനച്ചിട്ട് കയറി. എന്നിട്ട് അവൻ നടത്തം തുടങ്ങിയ ഒരു സ്ഥലത്ത് നിന്ന്. അങ്ങനെ അവൻ 144 ദിവസം നടന്നു. 5600 ചില്ലാനും കിലോമീറ്ററുകൾ പിന്നിട്ടു. 10,00,000 പകരം $240,00,000 അവന് കിട്ടിയത്. അപ്പോഴേക്കും അവന്റെ നടത്തം തീർന്നു. വേദനയായി, ആശുപത്രിയിലായി. 1981 അവൻ മരണമടഞ്ഞു. അതിനു മുമ്പ് ടെറി ഫോക്സ് ഫൗണ്ടേഷൻ ക്യാൻസർ രോഗികളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ടെറി ഫോക്സ് ഫൗണ്ടേഷൻ സ്ഥാപിച്ചിട്ട് അവൻ കടന്നുപോയി. 1981. പറയൂ സർക്കാരെ, എന്താ പരിപാടി? ഇത് ഇരുന്ന് കേട്ടിട്ട് പോവാനാ? വിടൂല. രൂപാന്തരീകരണം സംഭവിച്ച ഒരു ജീസസ് യൂത്ത് ഇവിടെ നിന്ന് പുറത്തു പോകണം. Know your uniqueness. Live your uniqueness. Enjoy your uniqueness. Share your uniqueness. നമ്മെ കുറിച്ചുള്ള പ്ലാനും പദ്ധതിയും മനസ്സിലാക്കുമ്പോൾ അതെ മെസ്സിയുടെയും റൊണാൾഡോയുടെ ഒക്കെ ടീഷർട്ടുകൾ ഇട്ട് തുടങ്ങി. അവര് ഗോളടിക്കും, കാശുണ്ടാക്കും, നമ്മൾ കൈയടിക്കും, അടങ്ങി പോകും. നമ്മളിങ്ങനെ വിറയ്ക്ക. അവരാണ് ഗോളടിച്ച് കാശുണ്ടാക്കണേ. ഇവിടെ നിറയും മെസ്സി, നെയ്മർ, മറ്റു ജീസസ് മൈ ലീഡർ എന്നുള്ള ഒരു ജീസസ് തരംഗം ഈ മെസ്സിയുടെയും അതുപോലെ റൊണാൾഡോയുടെയും ഇടയില് സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കുമോ? പ്രൈസ് ദി ലോർഡ്. ജീസസ് മൈ ലീഡർ. ജീസസിനെ ലീഡറായിട്ട് സ്വീകരിച്ചാല് ജീസസ് നമ്മെ ഒത്തിരി ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകും. മെസ്സി കൊണ്ടുപോകും, റൊണാൾഡോ കൊണ്ടുപോകും, ചിലപ്പോ 1-2 പേരെ കൊണ്ടുപോയി എന്ന് വരും. ഈശോ ബുക്ക്ഡ് ബൈ ജീസസ്. സ്നേഹമുള്ളവരെ, നമ്മുടെ വ്യതിരക്തത മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ വ്യക്തിത്വം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാനുള്ള ഒരു വലിയ ദൗത്യത്തിനായിട്ട് ഈശോ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇനി ഞാൻ വീണ്ടും വേറൊരു യാഥാർത്ഥ്യം പറഞ്ഞു തരട്ടെ. I am not superior to anybody. I am not inferior to anybody. I am not even equal to anybody. I am unique and masterpiece of God. Praise the Lord. ഞാൻ ആരുടെയും മുകളിലല്ല. താരതമ്യത്തിലാണ് മുകള്, താരതമ്യത്തിലാണ് താഴെ, താരതമ്യത്തിലാണ് ഈക്വൽ. No, I am unique and masterpiece of God. Praise the Lord. താരതമ്യം ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ട്, അസ്വസ്ഥതപ്പെട്ടിട്ടുണ്ട്. അവന്റെ ജോലി, എനിക്കെന്ത്, ഞാൻ മീൻ കച്ചവടം, ഒക്കെ എവിടെയും എക്സൽ ചെയ്യാനായിട്ട് ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കാനായിട്ട് സാധിക്കുമ്പോൾ ഒരു എഞ്ചിനീയർ ആയിക്കൊള്ളട്ടെ, ഒരു ഡോക്ടർ ആയിക്കൊള്ളട്ടെ, ഒരു മീൻ കച്ചവടക്കാരനായിക്കൊള്ളട്ടെ, ഒരു കൂലിപ്പണിക്കാരനായിക്കൊള്ളട്ടെ, ഞാൻ ഈശോയുടെ സാന്നിധ്യമാണ്. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കാൻ മറന്നുപോയിട്ടുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ മനസ്സിലാക്കണം.
ഞാൻ പറയുക, അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ആഗ്രഹിക്കുക, അറിയുക, അനുഭവിക്കുക, അനുഗമിക്കുക, ആഹ്ലാദിക്കുക. ആഗ്രഹിക്കുക, അറിയുക, അനുഭവിക്കുക, അനുഗമിക്കുക, ആഹ്ലാദിക്കുക. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളിൽ സക്കേവൂസിന്റെ ജീവിത കഥ, അവിടെ നമ്മെ ഓരോരുത്തരെയും പ്രതിഷ്ഠിക്കണം. സക്കേവൂസിന്റെ സ്ഥാനത്ത് നമ്മൾ ആഗ്രഹിക്കുക. സക്കേവൂസ് യേശു ആരെന്ന് കാണാൻ ആഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒന്ന് കൈകൾ ഉയർത്തി സ്തുതിച്ചേ. നമുക്ക് പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനം വരണമെങ്കിൽ അതിന് യോഗ്യമായ രീതിയിൽ നമ്മളായിരിക്കണം. പരിശുദ്ധാത്മാവിന്റെ പവർ. പ്രൈസ് ദി ലോർഡ്. കൈകൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് സ്വതന്ത്രമായി സ്തുതിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശു ആരെന്ന് കാണാൻ അയാൾ ആഗ്രഹിച്ചു. സക്കേവൂസ് ആഗ്രഹിച്ചു കാണാൻ. നമുക്കൊക്കെ എന്തുമാത്രം ആഗ്രഹങ്ങളുള്ള വലുതും നടക്കാറുണ്ടാ? ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിനു വേണ്ടി ഒരുമ്പെടണം. തടസ്സങ്ങൾ ഉണ്ടായിരുന്നു സക്കേവൂസിന്. ഇപ്പൊ നിങ്ങൾ ഇവിടേക്ക് വരാൻ പലരും പല തടസ്സങ്ങളും തട്ടിമാറ്റിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. പോണ്ടേ? പക്ഷെ കർത്താവ് വശീകരിച്ചിങ്ങോട്ട് കൊണ്ടുവന്നു. നിങ്ങൾ ഉറങ്ങിയാലും കൊള്ളാം, ഉറങ്ങിയില്ലെങ്കിലും കൊള്ളാം, നിങ്ങളുടെ നല്ല മനസ്സ് കർത്താവിന് ആവശ്യമുണ്ട്. നിങ്ങളുടെ നല്ല മനസ്സേ ആവശ്യമുള്ളൂ. ക്ഷീണം കാര്യമാക്കേണ്ടതില്ല. കർത്താവ് നിങ്ങളെ രൂപപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതേ, സക്കേവൂസ് കാണാൻ ആഗ്രഹിച്ചു. മൊത്തം തടസ്സമാണ്. ചിറ്റൂര് ഗ്രാൻഡ് അബൈഡയിലെ 4 വരാനുള്ള തടസ്സങ്ങൾ പലതും ഉണ്ടായിരുന്നു. കർത്താവ് തട്ടിമാറ്റി തന്നു. സിക്കമൂർ മരത്തിന്റെ അവിടേക്ക് ആ പാവപ്പെട്ട മനുഷ്യൻ ധനാഢ്യനാണ്, ഉയരം കുറവാണ്, ഇനി കാണാനൊന്നും പറ്റില്ല എന്ന് വരും. അങ്ങനെയല്ല ചിന്തിച്ച, ഓടി സിക്കമൂർ മരത്തിന്റെ മുകളിൽ കയറിയിരുന്നു. അവിടെ എത്തിയപ്പോൾ ഈശോ പറഞ്ഞു, സക്കേവൂസേ വേഗം ഇറങ്ങി വരിക. ഇവിടെ മരിയ എന്നൊരു കൊച്ചുണ്ടെങ്കിൽ ഈശോ കടന്നു പോകുമ്പോ മരിയ എന്ന് വിളിച്ചു കഴിഞ്ഞാല് ഒരു ഞെട്ടില്ല. അപ്പോൾ ജോസഫേ, അപ്പോൾ സക്കേവൂസേ വേഗം ഇറങ്ങി വാ, ഇന്ന് നിന്റെ വീട്ടിൽ ഞാൻ താമസിക്കേണ്ടിയിരിക്കുന്നു. ആഗ്രഹിച്ചു. സക്കേവൂസേ എന്ന വിളിയോടെ അറിഞ്ഞു. അനുഭവിക്കുകയാണ്. സ്വന്തം ഭവനത്തിൽ ഭക്ഷണം വിളമ്പിക്കൊണ്ടുള്ള ഒരു വലിയ അനുഭവം, യേശു അനുഭവം, ക്രൈസ്റ്റ് എക്സ്പീരിയൻസ്. അതിന്റെ പരിണത ഫലം എന്താണ്? അനുഗമിച്ചു. യേശുവേ, ഞാൻ പാപിയാണ്, എൻ്റെ സ്വത്തിന്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. അനുഗമിക്കലാണ്. സ്വത്തിന്റെ പകുതി കൊടുത്തു. പിന്നെന്തൊക്കെയാണ്? വഞ്ചിച്ചെടുത്ത് 4 ഇരട്ടിയായി തിരിഞ്ഞു കൊടുക്കുന്നു. അനുഗമിച്ചു, അതുപോലെ ആഹ്ലാദിച്ചു. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതുപോലെയാണ് നിങ്ങൾ ഓരോരുത്തരുമായിരിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് കൃത്യമായി നിങ്ങളെ സ്പർശിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. അറിഞ്ഞു, അനുഭവിച്ചു. ഈ ദിവസങ്ങളിലൊക്കെ അനുഭവിക്കുകയായിരുന്നു. ഇനി അനുഗമിക്കണം, ആഹ്ലാദിക്കണം. ഇത് രണ്ടും നിങ്ങളുടെ കയ്യിലാണ് തന്നിരിക്കുന്നത് ഈശോ.